ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എലൈൻ ഷോവാൾട്ടർ ആൻഡ് ഹെർ ഗൈനോക്രറ്റിസം ഈ ഒരു ഏരിയയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 5th സെമസ്റ്റർ BA ഇംഗ്ലീഷിലെ ലിറ്റററി തിയറി എന്ന ടെക്സ്റ്റ് ബുക്കിലെ ഫെമിനിസം പാർട്ടിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ ഈ ഒരു സെഷൻ, എലൈൻ ഷോവാൾട്ടർ ആൻഡ് ഹെർ ഗൈനോക്രറ്റിസം. എലൈൻ ഷോവാൾട്ടർ ഈസ് എൻ അമേരിക്കൻ ഫെമിനിസ്റ്റ് സ്കോളർ. അപ്പോൾ നമുക്കറിയും എലൈൻ ഷോവാൾട്ടർ ഒരു അമേരിക്കൻ ഫെമിനിസ്റ്റ് സ്കോളറാണ്. ഫെമിനിസം നമ്മൾ പഠിക്കുമ്പോൾ എലൈൻ ഷോവാൾട്ടറിനെ സ്കിപ്പ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അവരുടെ ഏറ്റവും നോട്ടബിൾ ആയിട്ടുള്ള ചില വർക്കുകൾ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ദ ഫീമെയിൽ മാലഡി, വിമൺ മാഡ്നസ് ആൻഡ് ഇംഗ്ലീഷ് കൾച്ചർ 1830 to 1980, സെക്ഷൽ അനാർക്കി, ജെൻഡർ ആൻഡ് കൾച്ചർ അറ്റ് ഫിൻഡി സർക്കിൾ, ഹിസ്റ്ററീസ്, ഹിസ്റ്ററിക്കൽ എപ്പിഡമിക്സ് ആൻഡ് മോഡേൺ മീഡിയ, ഇൻവെൻറ്റിംഗ് ഹെർ സെൽഫ് ക്ലെയിമിംഗ് എ ഫെമിനിസ്റ്റ് ഇൻ്റലക്ച്വൽ ഹെറിറ്റേജ്, ഇത് കൂടാതെ ടുവാർഡ്സ് എ ഫെമിനിസ്റ്റ് പോയറ്റിക്സ് പബ്ലിഷ് ഇൻ ദ ഇയർ 1979. ഇതിൽ ഫീമെയിൽ മാലഡിയൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1985 അതേപോലെ തന്നെ സെക്ഷൽ അനാർക്കി പബ്ലിഷ് ചെയ്യപ്പെടുന്നത് 90-കളിലാണ്, 1990-കളിലാണ്. അതേപോലെ ഹിസ്റ്ററീസ്, ഹിസ്റ്ററിക്കൽ എപ്പിഡമിക്സ് എന്ന് പറയുന്ന വർക്ക് 1997 പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഇതൊക്കെ എലൈൻ ഷോവാൾട്ടറുടെ ഏറ്റവും നോട്ടബിൾ ആയിട്ടുള്ള വർക്കുകളായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. By way of reconstructing the past of women's literature and rediscovering women writers, Ellen Showalter proposes 3 stages for feminist literary criticism in her book A Literature of Their Own, published in the year 1977. അപ്പോൾ വിമൻ ലിറ്ററേച്ചറുകളെ കുറിച്ചും വിമൻ റൈറ്റേഴ്സിനെ കുറിച്ചും ഒരു റീകൺസ്ട്രക്ഷൻ നടത്താൻ അല്ലെങ്കിൽ ഒരു റീഡിസ്കവറി നടത്താനുള്ള ഒരു ശ്രമമാണ് എലൈൻ ഷോവാൾട്ടർ അവരുടെ എസ്സേ ആയിട്ടുള്ള ലിറ്റററി ക്രിറ്റിസം എന്നുള്ള വർക്കിൽ പറയുന്നത്. അതിനുവേണ്ടി ഫെമിനിസ്റ്റ് ലിറ്റററി ക്രിറ്റിസിസത്തെ അവർ 3 സ്റ്റേജുകളായിട്ട് കാറ്റഗറൈസ് ചെയ്യപ്പെടുന്നുണ്ട്. അതിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഫെമിനൈൻ ഫേസ് ആണ്, സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് ഫെമിനിസ്റ്റ് ഫേസ് ആണ്, തേർഡ് വൺ ഫീമെയിൽ ഫേസ്. അപ്പോൾ ഈ ഒരു 3 സ്റ്റേജുകൾ എന്താണ്, ഈ ഒരു 3 ഫേസുകൾ എന്താണ് നമുക്ക് നോക്കാം. ഇത് ഫെമിനിസ്റ്റ് ലിറ്റററി ക്രിറ്റിസിസത്തെ കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഒരു ശ്രമം നടത്തുന്നതാണ്. നോക്കാം. First stage is feminine. She delimited this phase between 1840 to 1880. 1840 മുതൽ 1880 വരെയുള്ള പീരിയഡാണ് ഫെമിനൈൻ ഫേസ് എന്ന് പറയുന്നത്. ഇൻ ദിസ് പീരിയഡ് വിമൻ റൈറ്റേഴ്സ് വർ ഇമിറ്റേറ്റിംഗ് മെയിൽ റൈറ്റേഴ്സ്. ഈ ഒരു പീരിയഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സ്ത്രീ എഴുത്തുകാരികൾ മെയിൽ റൈറ്റേഴ്സിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു പ്രവണതയായിരുന്നു ഈ ഒരു ഫെമിനൈൻ ഫേസിൽ, അതായത് 1840 മുതൽ 1880 വരെയുള്ള കാലഘട്ടത്തിലെ ഫീമെയിൽ റൈറ്റേഴ്സ് ചെയ്തിരുന്നത്. മിയർ എ കൈൻഡ് ഓഫ് ഇമിറ്റേഷൻ, ഒരു തരം ഇമിറ്റേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. വിമൻ റൈറ്റേഴ്സ് എസ്പെഷ്യലി നോവലിസ്റ്റ് ഇൻ ഇംഗ്ലണ്ട് യൂസ്ഡ് മെയിൽ സ്യൂഡോണിം. പ്രത്യേകിച്ചും അന്നത്തെ എഴുത്തുകാരികൾ മെയിൽ സ്യൂഡോണിംസിലാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്, അതായത് പുരുഷന്മാരുടെ തുല്യതാനാമത്തിലായിരുന്നു അവർ എഴുതിയിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും നോവലിസ്റ്റ് ഇൻ ഇംഗ്ലണ്ടിലെ നോവലിസ്റ്റുകളൊക്കെ. അതിനൊരു പെർഫെക്റ്റ് എക്സാമ്പിളായിട്ട് നമുക്ക് കാണാൻ പറ്റും ജോർജ് എലിയറ്റ്. ഷി റോട്ട് അണ്ടർ ദ മെയിൽ സ്യൂഡോണിം. ദെൻ സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് ഫെമിനിസ്റ്റ് ഫേസ് ആണ്. ഫെമിനിസ്റ്റ് ഫേസ് വിച്ച് ഈസ് റിമാർക്ഡ് ഫ്രം 1880 to 1920. 1880 മുതൽ 1920 വരെയുള്ള ഫേസ് ആണ് ഫെമിനിസ്റ്റ് ഫേസ്. Women writers began to protest against the values of patriarchy and began to assert their rights. ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു പീരിയഡിൽ 1880 മുതൽ 1920 വരെയുള്ള കാലഘട്ടത്തിൽ സ്ത്രീകൾ ഒരുപാട് ക്യാമ്പയിനുകളും ഒരുപാട് സമരമുറകളൊക്കെ നടത്തിയിരുന്നൊരു കാലമാണ്. എന്തിനു വേണ്ടി? ടു അസർട്ട് ദെയർ റൈറ്റ്സ്, അവരുടെ അവകാശങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ക്യാമ്പയിനുകളൊക്കെ നടന്നിട്ടുണ്ടായിരുന്ന ഒരു പീരിയഡാണിത്. അതുകൊണ്ട് തന്നെ ആ ഒരു പീരിയഡിലുള്ള എഴുത്തുകാരികളുടെ ഒരു റൈറ്റിംഗ് സ്റ്റൈലിൽ വി ക്യാൻ സീ സം കൈൻഡ് ഓഫ് പ്രൊട്ടസ്റ്റ്, ഒരു രീതിയിലുള്ള ഒരു പ്രൊട്ടസ്റ്റ് മോഡ് നമുക്ക് അവരുടെ എഴുത്തുകളിൽ കാണാൻ പറ്റും. അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവരൊരു പ്രൊട്ടസ്റ്റ് ശൈലിയിലാണ് അവർ ലിറ്ററേച്ചർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ സ്റ്റേജ് ആയിട്ടുള്ള ഫീമെയിൽ ഫേസ് ആണ്. ദ ഫീമെയിൽ ഫേസ് സ്റ്റാർട്ടഡ് ഇൻ 1920 ആൻഡ് കണ്ടിന്യൂസ്. സോ റോഡ് ഷോവാൾട്ടർ ഇൻ 1979 പബ്ലിഷിംഗ് ദിസ് എസ്സേ. അപ്പോൾ ഫീമെയിൽ ഫേസ് തുടങ്ങുന്നത് 1920 മുതലാണ്. ഷോവാൾട്ടർ ഈ ഒരു എസ്സേ 1979 ഈ ഒരു എസ്സേ പബ്ലിഷ് ചെയ്യുന്നത്, അതായത് ടുവാർഡ്സ് എ ഫെമിനിസ്റ്റ് പോയറ്റിക്സ് എന്ന് പറയുന്ന എസ്സേ പബ്ലിഷ് ചെയ്യുന്ന ആ ഒരു കാലം വരെയും ഫീമെയിൽ ഫേസ് ആണ് ഉണ്ടായിരുന്നത് എന്നാണ്. ദിസ് ഈസ് എ ഫേസ് ഓഫ് സെൽഫ് ഡിസ്കവറി ആൻഡ് സെർച്ച് ഫോർ ഐഡൻറ്റിറ്റി. അപ്പോൾ ഈ ഒരു ഫീമെയിൽ ഫേസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. മറ്റ് 2 ഫേസുകളെ നോക്കുമ്പോൾ ഒന്നും കൂടി ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പീരിയഡാണ് ഫീമെയിൽ ഫേസ് എന്ന് പറയുന്നത്. കാരണം ഈ ഒരു ഫേസിൽ ആദ്യത്തെ ഫേസിൽ നമുക്ക് കാണാൻ പറ്റും ഒരു ഇമിറ്റേഷനാണ്, രണ്ടാമത്തതിൽ ഒരു പ്രൊട്ടസ്റ്റാണ്,
പക്ഷേ ഈ ഒരു മൂന്നാമത്തെ ഫേസിൽ ഒരു സെൽഫ് ഡിസ്കവറി നടത്താനും ഒരു സെർച്ച് ഫോർ ഐഡൻറ്റിറ്റികളുടെ ഒരു ശ്രമം, അതായത് സ്ത്രീകൾ അവരുടേതായിട്ടുള്ള സ്പേസ് കാണുകയും അവരുടേതായിട്ടുള്ള ഐഡിയോളജികൾ, അവരുടേതായിട്ടുള്ള ചിന്തകൾ, എക്സ്പീരിയൻസ് ഒക്കെ അവരുടേതായിട്ടുള്ളൊരു സ്പേസിലൂടെ മറ്റുള്ളവരുടെ കോപ്പി അടിക്കാതെ തൻ്റെ ശൈലിയിൽ തന്നെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു പീരിയഡാണ് നമുക്ക് ഫീമെയിൽ ഫേസിൽ കാണാൻ പറ്റുക. അതുകൊണ്ട് ഈ ഒരു പീരിയഡിന് കുറച്ചും കൂടി ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അക്കോർഡിംഗ് ടു ഷൊവാൾട്ടർ, ദ റൈറ്റേഴ്സ് ഫൗണ്ട് ദ ഫീമെയിൽ എക്സ്പീരിയൻസ് ആസ് എ സോഴ്സ് ഫോർ ഓട്ടോണമസ് ലിറ്റററി എക്സ്പ്രഷൻ. ഷൊവാൾട്ടറുടെ അഭിപ്രായത്തിൽ ഈ ഒരു പീരിയഡിലുള്ള ആളുകൾ, എഴുത്തുകാരികൾ ഒരു ഓട്ടോണമസ് രീതിയിൽ അവരുടെ ലിറ്ററേച്ചറുകളിൽ എക്സ്പ്രസ് ചെയ്തു അവരുടെ തന്നെ എക്സ്പീരിയൻസ് അവർ ഒരു ഫീമെയിൽ ലാംഗ്വേജിലൂടെ തന്നെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ധൈര്യം കാണിച്ച ഒരു പീരിയഡാണ് ഫീമെയിൽ ഫേസ്. ഫ്രം 1922 1979 ആ ഒരു കാലഘട്ടം വരെയല്ല, ആ ഒരു പീരിയഡിൽ പോലും ഫീമെയിൽ ഫേസ് ആണ് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഇനി എസ്റ്റാബ്ലിഷിംഗ് ദ കണ്ടിന്യൂറ്റി ഓഫ് ഫെമിനിസ്റ്റ് ലിറ്ററേച്ചർ, ഷൊവാൾട്ടർ ഡിവൈഡ്സ് ഫെമിനിസ്റ്റ് ക്രിറ്റിസം ഇൻ ടു. അപ്പോൾ ഈ ഒരു ഫെമിനിസ്റ്റ് ലിറ്ററേച്ചറിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഷൊവാൾട്ടർ ഫെമിനിസ്റ്റ് ക്രിറ്റിസിസത്തെ രണ്ട് രീതിയിൽ കാറ്റഗറൈസ് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് വുമൺ ആസ് എ റീഡർ, വുമൺ ആസ് എ റൈറ്റർ, രണ്ട് രീതിയിൽ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ഫെമിനിസ്റ്റ് ക്രിറ്റിസിസത്തെ രണ്ട് രീതിയിൽ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്, വുമൺ ആസ് എ റീഡർ ആൻഡ് വുമൺ ആസ് എ റൈറ്റർ. എന്താ നോക്കാം. വുമൺ ആസ് റീഡർ, ഒരു സ്ത്രീ ഒരു വായനക്കാരി ആവുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് ഈ ഒരു ഇതിൽ പറയുന്നത്, ഈ ഒരു കാറ്റഗറിയിൽ പറയുന്നത്. ഇൻ ദ ഫസ്റ്റ് കാറ്റഗറി, വുമൺ ആർ ദ കൺസ്യൂമേഴ്സ് ഓഫ് ലിറ്ററേച്ചർ പ്രൊഡ്യൂസ്ഡ് ബൈ മെൻ. അപ്പോൾ ഈ ഒരു സ്ത്രീ ഒരു വായനക്കാരി ആവുമ്പോൾ അവൾ പുരുഷന്മാർ എഴുതിയിട്ടുള്ള ലിറ്ററേച്ചറിൻ്റെ ഒരു കൺസ്യൂമർ ആവുകയാണ്. ഒരു വായനക്കാരി ആവുമ്പോൾ ആ ഒരു വായനയിലൂടെ പലതും കിട്ടാനുണ്ട് അല്ലേ. അപ്പോൾ ഷൊവാൾട്ടർ കോൾസ് ദിസ് ഫെമിനിസ്റ്റ് ക്രിട്ടിക്. അതുകൊണ്ട് തന്നെ ഈ ഒരു വുമൺ ആസ് എ റീഡർ എന്നുള്ള ഈ ഒരു കാറ്റഗറീനെ ഷൊവാൾട്ടർ വിളിക്കുന്നത് ഫെമിനിസ്റ്റ് ക്രിട്ടിക്കാണ്. അതായത് ഒരു സ്ത്രീ വായനക്കാരിയാവുമ്പോൾ അവളൊരു ക്രിട്ടിക്കായി മാറുന്നുണ്ട്. ബിക്കോസ്, എന്തുകൊണ്ടാണ് അത് പറയുന്നത്? ബിക്കോസ് ഇറ്റ് വിൽ പ്രോബ് ഹൗ വുമൺ ആർ പോർട്രേഡ് ഇൻ ലിറ്ററേച്ചർ. കാരണം ഒരു സ്ത്രീ വായനക്കാരിയാവുമ്പോൾ അവൾക്ക് മനസ്സിലാക്കാൻ പറ്റും പുരുഷന്മാർ എഴുതിയ ലിറ്ററേച്ചറിൽ എങ്ങനെയാണ് ഒരു സ്ത്രീനെ പോർട്രേ ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ ഒരു വായനക്കാരിക്ക് സാധിക്കും. അതേപോലെ തന്നെ ഹൗ ഡോമിനന്റ് നറേറ്റീവ്സ് ആർ കൺസ്ട്രക്റ്റഡ് വിത്ത് കോൺഷ്യസ് ഒമിഷൻ. എങ്ങനെയാണ് ഒരു പ്രധാനപ്പെട്ട നറേഷനിൽ, പ്രധാനപ്പെട്ട ലിറ്ററേച്ചറുകളിൽ, ഏറ്റവും പ്രൈസ് ചെയ്യപ്പെട്ടുള്ള ചില വർക്കുകളിൽ സ്ത്രീകളെ മനഃപൂർവ്വം ബോധപൂർവം ഒമിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ, സ്ത്രീകളുടെ ഒരു റോളിനെ കുറച്ച് കാണിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ, എങ്ങനെയാണ് ഒരു പുരുഷൻ ഒരു സ്ത്രീനെ കാണുന്നത്, എങ്ങനെയാണ് അയാൾ ഒരു സ്ത്രീനെ പ്രസൻറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഒരു വായനക്കാരി ആയാൽ മാത്രമേ സാധിക്കുള്ളൂ എന്നാണ് ഷൊവാൾട്ടർ പറയുന്നത്. ആൻഡ് മിസ്കൺസെപ്ഷൻ, അതേപോലെ തന്നെ സ്ത്രീനെ മിസ്കൺസെപ്റ്റ് ചെയ്യുന്നുണ്ടോ, സ്ത്രീനെ തെറ്റായ രീതിയിൽ, ഒരു മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ എന്താവണം, ഒരു വായനക്കാരിയായേ മതിയാവുള്ളൂ. അപ്പോൾ ഒരു സ്ത്രീ ഒരു വായനക്കാരി ആവുമ്പോഴും ഒരു സ്ത്രീ ഒരു എഴുത്തുകാരി ആവുമ്പോഴും രണ്ടിനും ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഷൊവാൾട്ടർ പറയുന്നത്. ഇനി രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് വുമൺ ആസ് എ റൈറ്റർ. ദ സെക്കൻഡ് ടൈപ്പ് ഓഫ് ഫെമിനിസ്റ്റ് ക്രിറ്റിസം ഈസ് ടേംഡ് ബൈ ഷൊവാൾട്ടർ ആസ് ഗൈനോ ക്രിറ്റിസം. രണ്ടാമത്തെ ഫെമിനിസ്റ്റ് ക്രിറ്റിസത്തിൻ്റെ കാറ്റഗറി പറയുമ്പോൾ ഷൊവാൾട്ടർ ഒരു ടേം കോയിൻ ചെയ്യുന്നുണ്ട്, ഗൈനോ ക്രിറ്റിസം എന്നുള്ള ഒരു ടേം കോയിൻ ചെയ്യുന്നുണ്ട്, വിച്ച് ഈസ് ആൻ അഡാപ്റ്റേഷൻ ഓഫ് എ ഫ്രഞ്ച് വേർഡ് ഗൈനോക്രിറ്റിക്. ഗൈനോക്രിറ്റിക് എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് വേർഡിൻ്റെ ഒരു അഡാപ്റ്റേഷനാണ് ഗൈനോക്രിറ്റിസം. Gynocriticism is concerned with constructing a female framework for the analysis of women's literature. അപ്പോൾ ഗൈനോക്രിറ്റിസം കൺസേൺ ചെയ്യുന്നത് ഒരു സ്ത്രീയുടെ ലിറ്ററേച്ചർ അനലൈസ് ചെയ്തുകൊണ്ട് ഒരു ഫീമെയിൽ ഫ്രെയിംവർക്ക് ഉണ്ടാക്കുക. സ്ത്രീ എഴുതുന്ന ലിറ്ററേച്ചറിനെ ഒരു കീനായിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ട് ഒരു ക്രിട്ടിക്കൽ രീതിയിൽ അതിനെ വായിച്ചുകൊണ്ട് ഒരു ഫീമെയിൽ ഫ്രെയിംവർക്കിനെ കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതാണ് ഗൈനോക്രിറ്റിക്കുകളുടെ അല്ലെങ്കിൽ ഗൈനോക്രിറ്റിസത്തിൻ്റെ ഒരു കൺസേൺ എന്ന് പറയുന്നത്. എ ഫോക്കസ് ഓൺ ദ ന്യൂലി വിസിബിൾ വേൾഡ് ഓഫ് ഫീമെയിൽ കൾച്ചർ. അപ്പോൾ അതുവരെ ഇൻവിസിബിളായി കിടന്ന ഒരു സ്ത്രീൻ്റെ ഒരു സ്പേസ് അല്ലെങ്കിൽ ഇൻവിസിബിളായി കിടന്ന സ്ത്രീ എന്ന് പറയുന്ന ഒരു വ്യക്തിനെ ഒരു ഫ്രെയിംവർക്കിലേക്ക് അല്ലെങ്കിൽ ഒരു വിസിബിളായിട്ടുള്ളൊരു വേൾഡ് അവൾക്കുണ്ട് എന്നുള്ളതും ഒരു ഫീമെയിൽ കൾച്ചർ ഉണ്ട്, ഒരു ഫീമെയിൽ ലാംഗ്വേജ് ഉണ്ട് എന്നുള്ളതൊക്കെ ആളുകളെ ബോധ്യപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടിയും ഗൈനോക്രിറ്റിസിസത്തിന് ഉണ്ട്. അപ്പോൾ ഒരു ഫീമെയിൽ വർക്കിനെ അനലൈസ് ചെയ്യുക, ഡീപ്പായിട്ട് അനലൈസ് ചെയ്തുകൊണ്ട് അതിൻ്റെ പോരായ്മകളും ബാക്കിയുള്ള കാര്യങ്ങളും എങ്ങനെയാണ് ഒരു സ്ത്രീൻ്റെ ലാംഗ്വേജ്, എങ്ങനെയാണ് ഒരു സ്ത്രീയുടെ എക്സ്പീരിയൻസ് എന്നുള്ളത് വിസിബിളാക്കുക. ആ ഒരു രീതിയിൽ സ്ത്രീയുടേതായ തന്നെ ഒരു സ്പേസിലൂടെ അവൾ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടോ, ആ ഒരു കാര്യങ്ങളാണ് ഗൈനോക്രിറ്റിസിസത്തിൻ്റെ ഒരു കൺസേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് എലൈൻ ഷോവാൾട്ടർ ആൻഡ് ഗൈനോക്രിറ്റിസം. അപ്പോൾ നമ്മൾ ഫെമിനിസം പഠിക്കുമ്പോൾ ഇത് ഫെമിനിസത്തിൻ്റെ ഒരു പാർട്ടാണ്, ഒരു ഏരിയയാണ് എലൈൻ ഷോവാൾട്ടർ ആൻഡ് ഗൈനോക്രിറ്റിസം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഫെമിനിസത്തിൽ നമ്മൾ എലൈൻ ഷോവാൾട്ടറിൻ്റെ
ഒരു റോള് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ എലൻ ഷോവാൾട്ടറിൻ്റെ ഐഡിയോളജി ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഫെമിനിസ്റ്റുകളെ. അപ്പോൾ ഈ ഒരു അവരുടെ ഏറ്റവും നോട്ടബിൾ ആയിട്ടുള്ള ടുവാർഡ്സ് ഫെമിനിസ്റ്റ് പോളിറ്റിക്സിലൊക്കെ ഒരു ഫെമിനിസത്തിൻ്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ക്ലിയർ പിക്ചർ നമുക്ക് ആ ഒരു എസ്സേയിലൂടെയൊക്കെ ആ ഒരു വർക്കിലൂടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഏരിയ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം, റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു ആൾ.